ഹലോ, അപ്പോൾ നമ്മളിത് കുറേ നാൾക്ക് ശേഷം ഹോസ്റ്റലൊക്കെ നിൽക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമാണ്. സോ രാവിലെ നേരത്തെ എനിക്ക് പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ ഓരോരുത്തർ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫുഡൊക്കെ വന്ന് അങ്ങനെ ആ റൂമിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഇവിടെ പലതരം പഠിപ്പുകളാണ് കാണുന്നുണ്ടായിരുന്നത്. ഒരാൾ നടന്ന് പഠിക്കുന്നു, ഒരാൾ ഇരുന്ന് പഠിക്കുന്നു, കിടന്ന് പഠിക്കുന്നു, പലതരം പഠിപ്പുകളായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഒരു റോഡിൽ കുറേ നേരം ഇങ്ങനെ നിന്ന് ഫുഡ് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡൊക്കെ വന്നപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് രാവിലെ തന്നെ അപ്പവും ഇടിയപ്പവും പിന്നെ ഭൂരിയായിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി പഠിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കട്ടറൊക്കെ ചെത്തിയിട്ട് എന്തൊക്കെയൊക്കെയോ കോപ്രായങ്ങളിരുന്ന് കാണിക്കലാണ് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവരൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയായി പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഉച്ചയ്ക്കായിരുന്നു എക്സാം. അങ്ങനെ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ, മീൻകറി എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ കോളേജിലൊക്കെ എത്തിയപ്പോഴാണ് നല്ല പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോഗ്രാമൊന്നും എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യമില്ല. ഞങ്ങൾക്ക് അപ്പം എക്സാം ആയിരിക്കും എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണ്. അവിടെ പോയി തുള്ളാൻ പറ്റത്തില്ലോ. അപ്പോൾ നമ്മൾ എക്സാം ആയതുകൊണ്ട് ഇവിടെ നിന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എക്സാം ആയതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കലാശക്കൊട്ടൊക്കെ അവസാനിച്ച് പിന്നെ നമ്മൾ എക്സാം ഹോളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സാറൊക്കെ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോണൊക്കെ എടുത്തിച്ച് എക്സാം എഴുതാൻ പോയി. അങ്ങനെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എല്ലാവരും കൂടെ ഉള്ളൊരു ലാസ്റ്റ് ഡേ ആണെന്ന്. കാരണം നമുക്ക് എക്സാംസൊക്കെ ഇനി സ്പെഷ്യലൈസേഷൻ ആയതുകൊണ്ട് പകുതി പേര് ഉണ്ടാവത്തില്ല. സോ എല്ലാവരും കൂടെ കാണുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ സാറുമാരൊക്കെ അങ്ങനെ സംസാരിക്കലായിരുന്നു. അങ്ങനെ എല്ലാവരും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇനി നമുക്ക് പഠിത്തമൊന്നും എക്സാം ഇല്ല. സോ എക്സാം ടൈമിൽ ഇനി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.